15 ചെയേഴ്സ് എന്നെഴുതി പൈസ കൊടുക്കുക. പക്ഷെ അയാളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ വകുപ്പ് മാറും. 8 മണിക്കൂറിന് ശേഷം അവരെ നിർത്തി ജോലി ചെയ്യിക്കുന്ന ഓവർ ടൈം കൊടുക്കാത്ത വയലേഷൻ ആണോ? വയലേഷൻ അല്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിലോ ട്രേഡ് യൂണിയൻ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണോ? ട്രേഡ് യൂണിയൻ പറയുന്നത് കേൾക്കാനായിട്ട്, അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. അല്ലാത്ത ഒരു ഡിമാൻഡ് ആണെങ്കിൽ മാനേജ്മെന്റിന് അത് നിരസിക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് കൗണ്ടർ ഡിമാൻഡുകൾ വെക്കാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ഡിമാൻഡ് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ പുറത്ത് ചർച്ചയാണ്. ഇപ്പോൾ അതൊക്കെ പോയി. യൂണിയൻ്റെ ഡിമാൻഡ് കൊടുക്കുന്നതോടൊപ്പം മാനേജ്മെൻറ്റിന് ഡിമാൻഡ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ രണ്ടും കൂടി വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ സ്വഭാവത്തിലൊക്കെ തന്നെ ഒരുപാട് മാറ്റം വന്നു. പണ്ടെന്ന് പറഞ്ഞ ഒരു 17 ഐറ്റം ഉണ്ടാവും. എന്നിട്ട് ഓരോ ഐറ്റം എടുത്തിട്ടാണ് ചർച്ച. ബേസിക് സാലറി ഒരിക്കലും തീരാത്തൊരു പ്രസ്ഥാനമായി മാറി. അങ്ങനെയാണ് ഇടക്കാലത്ത് എന്താണ് പാക്കേജ് ആക്കി. ശരി, എത്ര രൂപ വർധന? 3000 രൂപ വർധന. പിന്നെ അത് 40% നമ്മൾ ബേസിക്കിലേക്ക് ഇടുന്നു, ബാക്കി അലവൻസുകളായിട്ട് ഇടുന്നു. നിങ്ങൾക്ക് ഏത് അലവൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പാക്കേജ് ഡീലാക്കി. കാരണം മറ്റത് 17 ഐറ്റം ഉണ്ടെങ്കിൽ 17 ഐറ്റം ഓരോന്നും എടുത്തിട്ട് ചർച്ച ചെയ്യണം. അപ്പം അങ്ങനെ ഇതിനകത്തൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അനുസരിക്കാൻ ബാധ്യതമാണ്, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായ മാർഗത്തിലൂടെ നടക്കാം. നിയമപരമല്ലാത്ത ഒരു കാര്യം ഒരു ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നടപ്പാക്കാനായിട്ട് മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രം യാതൊരു വിധത്തിലുള്ള ബാധ്യതയില്ല. Great Leap, encouraging employment values.